റിപ്പോർട്ട് ബ്രേക്കിംഗ്. കേന്ദ്രമന്ത്രിമാരുടെ വസതികൾ മോടിപിടിപ്പിക്കാൻ 2025-26 സാമ്പത്തിക വർഷത്തിൽ പൊടിച്ചത് 92 കോടി രൂപ. മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വസതികളുടെ മോടിപിടിപ്പിക്കലിനായി ആദ്യമായിട്ടാണ് ഇത്രയും രൂപ ചെലവഴിക്കുന്നത്. 2014 മുതൽക്കുള്ള കണക്കെടുത്താൽ ആകെ 547.68 കോടി രൂപയുടെ പണിയാണ് വസതികളിൽ നടന്നത്. വിവരാവകാശ അപേക്ഷയ്ക്കുള്ള കേന്ദ്ര സർക്കാർ മറുപടി പ്രകാരമുള്ള കണക്കാണിത്. കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് വഴിയാണ് പ്രവൃത്തികൾ നടക്കുന്നത്. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഏറ്റവും രസകരമായ കാര്യം, നേരത്തെ കേജ്രിവാളിന്റെ വസതി മോടി പിടിപ്പിച്ചത്, കേജ്രിവാളിന്റെ വസതി ഒരു കൊട്ടാരമാക്കി മാറ്റി എന്നുള്ള വാദമുന്നയിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ, ഡൽഹി തെരഞ്ഞെടുപ്പ് അതിശക്തമായി BJP മുന്നോട്ട് വന്നിരുന്നത്. പക്ഷേ 2014 മുതൽ BJP മന്ത്രിമാരുടെ വസതികൾ മോടി പിടിപ്പിക്കാൻ ചെലവഴിച്ച കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. YS അഭിനന്ദ് വിവരങ്ങൾ നൽകും. 92 കോടി ചെലവാക്കിയുള്ള മോടി പിടിപ്പിക്കലാണ് നടന്നിട്ടുള്ളത്. ഈ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ 2014 മുതൽ 547.68 കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളതാണ്. ഈ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ ഓരോ മന്ത്രിമാരുടെയും പേര് വിവരങ്ങൾ അടക്കമുള്ള വിവരങ്ങളാണോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. അഭിനന്ദ്, വിവരങ്ങൾ നൽകാം. ഇപ്പോൾ മോദി ഭരണകാലത്തെ മന്ത്രിമാരുടെ വസതികളെ മോടി പിടിപ്പിക്കലിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏതൊക്കെ മന്ത്രിമാർക്ക് എത്ര കോടി എന്ന വിശദമായ കണക്കുണ്ടോ? സ്മൃതി, വിശദമായ കണക്ക് പുറത്തുവിട്ടിട്ടില്ല. വാർത്താ ഏജൻസിയായ PTI നൽകിയ വിവരാവകാശ രേഖ പ്രകാരമുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേന്ദ്രമന്ത്രിമാരുടെ ഔദ്യോഗിക വസതികൾ മോടി പിടിപ്പിക്കുന്നതിന് 2025-26 സാമ്പത്തിക വർഷത്തിൽ 92.35 കോടി രൂപയാണ് ചെലവഴിച്ചത് എന്നതാണ് വിവരാവകാശ അപേക്ഷയ്ക്കുള്ള കേന്ദ്ര സർക്കാർ മറുപടി. മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം വസതികളുടെ മോടി പിടിപ്പിക്കലിനായി ആദ്യമായാണ് ഇത്ര രൂപ ചെലവഴിക്കുന്നത്. അതായത് മോഡി സർക്കാർ അധികാരത്തിലെത്തിയത് 2014 2014 മുതലുള്ള കണക്കെടുത്താൽ ആകെ 547 കോടി രൂപയാണ് പണികൾക്കായി മാറ്റിയത്. കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ്, അതായത് സെൻട്രൽ PWD ആണ് ഈ പ്രവൃത്തികളെല്ലാം ഏറ്റെടുക്കുന്നത്. പണപ്പെരുപ്പവും വിലക്കയറ്റവുമാണ് ചിലവ് കുത്തനെ വർദ്ധിക്കാൻ കാരണം എന്നൊക്കെയാണ് സെൻട്രൽ PWD വിശദീകരണം. ദില്ലിയിലെ ലുട്ടിയൻസ് ബംഗ്ലാവ് മേഖലയിലാണ് ഈ മന്ത്രിമാരുടെ വസതികളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഓരോ വർഷത്തെ കണക്കുകൾ ഒന്ന് കൃത്യമായി പരിശോധിക്കാൻ സ്മൃതി, 2014-15 വർഷം പരിശോധിക്കുകയാണെങ്കിൽ 27 കോടി രൂപ മാത്രമാണ് ചിലവഴിച്ചത്. ആ 2014 മോദി സർക്കാർ അധികാരത്തിലെത്തിയ സമയത്ത് മന്ത്രിമാരുടെ വസതികൾ മോടി പിടിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത് 27 കോടി രൂപയാണെങ്കിൽ 10 വർഷത്തിനിപ്പുറം 12 വർഷത്തിനിപ്പുറം 92 കോടി രൂപ പൊട്ടിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം. ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെ വസതികളിലെ പണികൾക്ക് ശരാശരി 26 കോടി രൂപ ചെലവഴിച്ചപ്പോൾ രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് അത് 50 കോടിയായി ഉയർന്നു. മൂന്നാം മോദി സർക്കാരിന്റെ കാലത്ത് വീണ്ടും അത് 82 കോടി 2 വർഷത്തെ ശരാശരി നോക്കുന്നു. അങ്ങനെ ഒരു വർഷം മാത്രം ഏതാണ്ട് 96 കോടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് വിവരാവകാശ രേഖ പ്രകാരമുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് കേന്ദ്രമന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയുടെ മോഡിഫിക്കേഷന് മാത്രം ചിലവഴിച്ച തുകയാണ്. ഇനി കേന്ദ്രമന്ത്രിമാരുടെ ഓഫീസുകൾ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. MP-മാരുടെ ഫ്ളാറ്റുകളൊക്കെ ഇതിനോടകം തന്നെ മോടി പിടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഫ്ളാറ്റുകൾ ഇപ്പോൾ പുതിയതായിട്ടൊക്കെ നിർമ്മിക്കുന്ന സാഹചര്യം. അപ്പോൾ അതിന്റെ ഒന്നും കണക്കുകൾ എന്തായാലും വിവരാവകാശ രേഖ പ്രകാരം അത് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇത്ര വലിയ തുകയാണ് ഇത്തരത്തിലേക്ക് കേന്ദ്രമന്ത്രിമാരുടെ വസതികൾ മോടി പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനമായി കാണേണ്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് PM KS ഫണ്ടിനകത്ത് ഇനിയും ചിലവഴിക്കാത്ത ഒരുപാട് പൈസ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിനകത്തുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നൽകിയിരിക്കുന്ന ഫണ്ട് അതുപോലെ തന്നെ കിടക്കുന്നുവെന്ന ഗുരുതരമായ സാഹചര്യം നമ്മൾ കണ്ടത്. പിന്നാലെ അസമിന്റെ മുഖ്യമന്ത്രിയായിട്ട്, സ്വന്തം പാർട്ടി ഭരിക്കുന്ന അസമിലെ മുഖ്യമന്ത്രി തന്നെ അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടില്ല എന്ന് പറഞ്ഞു വരുന്നു. കേരളത്തിലടക്കം ഇനി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പണം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ പിന്നീട് ഇപ്പോൾ 2 വർഷമായിട്ടും ഇപ്പോഴും കേന്ദ്രത്തിന് സഹായം ലഭിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഒരു വശത്ത് ഇങ്ങനെ ഒരു തരത്തിലുള്ള പുരോഗതിയില്ല നടക്കുമ്പോൾ മന്ത്രിമാരുടെ വസതി മോടി പിടിപ്പിക്കലെന്ന പുരോഗതി നന്നായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകുന്നത്.